നമ്മൾ സാധാരണ രീതിയിൽ ചുവട് മാറുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബേസായിട്ട് നമ്മൾ 3 ചുവട് മാറ്റമാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ തലയിലോട്ടടിച്ചോ, നേരെ പിന്നിലേക്ക്. ഓക്കെ, അടുത്ത കൈ മുറുക്കി അടിച്ചോണേ. ഒന്ന് പിന്നിലോട്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തേ വശത്തേക്കാണ് പോവുക. എൻ്റെ ഇടത്തേ കാല് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എൻ്റെ വലത് ഭാഗത്തേക്കാണ്. അടുത്തത് എൻ്റെ ഇടത്തേ സൈഡിലേക്കാണ്. എൻ്റെ വലത്തേ കാല് കറക്കി ഇടത്തേ സൈഡിലേക്ക്. ഈ പറയുന്ന 3 രീതികൾ വളരെ ബേസായിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല ഉള്ളത്, വലിഞ്ഞമർന്നിരിക്കുന്നത് പോലെയുള്ളതും പിന്നെ അല്ലാതെ നമ്മുടെ ചടക്കത്തിൽ ചെയ്യുന്നത് പോലെയുള്ള ചെറിയ രീതിയിലുള്ള ചൂടുമാറ്റങ്ങളും ഒരുപാട് ചൂടുമാറ്റമുണ്ട്. ഇത് ബേസായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശീലിക്കുമ്പോഴത്തേക്കും ഞാൻ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, നമുക്കെപ്പോഴും ഇതുപോലുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടണമെന്നില്ല. അതായത് ചൂട് മാറാനായിട്ട് വലത്തോട്ടോ ബാക്കിലോട്ടോ വശങ്ങളിലോട്ടോ ചൂട് മാറ്റാനുള്ള ഗ്യാപ്പ് കിട്ടണമെന്നില്ല. ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും നിൽക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വലത്തോട്ട് ചൂട് മാറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നിലേക്ക് കാൽ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടത്തോട്ട് കാൽ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. കൂടാതെ നമുക്കാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അതിനുള്ള സാവകാശം കിട്ടണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് അടി വരും. പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ നിൽക്കുകയാണ്, പെട്ടെന്ന് തന്നെ അടിച്ചോ, പെട്ടെന്ന് അടി വരികയാണ്. എനിക്ക് പെട്ടെന്ന് ചൂട് മാറാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ വളരെ വേഗത്തിലുള്ള അടികൾ വരുമ്പോഴോ നമുക്ക് പെട്ടെന്നുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ചുവട് മാറാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല എങ്കിൽ പോലും കൃത്യമായി ചുവട് മാറി പ്രാക്ടീസ് ചെയ്ത ഒരാളിനെ കൃത്യമായിട്ട് ഈ രീതിയിൽ കിട്ടും. ഇതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ സാധാരണ ബൈക്ക് ഓടിച്ചുകൊണ്ട് റോഡിൽ പോവുകയാണ്. നമ്മുടെ മുന്നിലൂടെ ഒരു വാഹനം വരികയാണ്, മുന്നിലൂടെ മറ്റൊരു ബൈക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എൻ്റെ അടുത്തെത്തുമ്പോൾ ആ വാഹനമാണെങ്കിൽ ചെറിയ രീതിയിൽ എൻ്റെ ഡിസ്റ്റൻസ് ഇട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പൊയ്ക്കോളും. നേർക്ക് നേരെയാണ് വരുന്നത്, പക്ഷേ എൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും അപ്പുറത്തൂടെ പൊയ്ക്കോളും എന്നെനിക്കൊരു ധാരണയിൽ ഞാൻ ധൈര്യമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും അയാൾ മാറുന്നില്ല, എൻ്റെ അടുത്തൂടെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ ചേർന്ന് ഉരസിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഹാൻഡിലൊന്നും വളയ്ക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ബോഡിയെങ്കിലും അല്പം ഒന്ന് വളച്ച് ബൈക്കിൻ്റേതായിട്ടുള്ള ഡയറക്ഷൻ അല്പം ഒന്ന് മാറ്റം വരുത്തും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഫ്രണ്ടിൽ നിന്നൊരു വാഹനം വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഹാൻഡിലൊന്ന് തിരിച്ചിട്ട് നമ്മൾ സൈഡിൽ കൂടെ എടുത്തോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും പെട്ടെന്നൊരു സഡൻ ആക്ഷൻ വരുമ്പോൾ നിന്ന നിപ്പിൽ പെട്ടെന്നൊരു ഗട്ടർ കണ്ടു, ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ നിന്ന നിപ്പിൽ തന്നെ നമ്മൾ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് നമ്മൾ ഇരിക്കുന്നതിൽ നമ്മുടെ സീറ്റിങ്ങിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് ബോഡി ചരിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ഇതേ രീതി തന്നെ കളരിയിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കുമ്പോഴത്തേക്കും പിന്നിലേക്ക് ചൂട് മാറുന്നു, വലത്തോട്ട് ചൂട് മാറുന്നു, ഇടത്തോട്ട് ചൂട് മാറുന്നു എന്നൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് സമയമാകുമ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിശീലിച്ചിട്ട് ഒരാളുടെ ഈ ഗട്ടർ കാണുമ്പോഴത്തേക്കും കുഴി കാണുമ്പോൾ ഒരാൾ ബൈക്ക് വെട്ടിത്തിരിക്കുന്നത് പോലെ നിന്ന നിപ്പിൽ പെട്ടെന്നൊരു അറ്റാക്ക് വന്നു, അടിച്ചോ, പെട്ടെന്ന് നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്യാൻ വരും. അടുത്ത് പെട്ടെന്ന് അടിച്ചോ, നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബ്ലോക്ക് വരും. അവിടെ നമ്മൾ ഒരടി വന്നപ്പോൾ കാലെടുത്ത് ബാക്കിലോട്ട് വെച്ചില്ല, കാലെടുത്ത് വലത്തോട്ട് വെച്ചില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള യോഗ്യതയില്ല. വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ മോട്ടോർ റൂൾ പ്രകാരം അല്ലെങ്കിൽ റോഡിൽ വാഹനം ഇറക്കുമ്പോഴത്തേക്കും ഒരു ഗട്ടർ കണ്ടു, അല്പം ഒന്ന് സ്ലോ ആക്കണം, സ്ലോ ആക്കിയിട്ട് നമ്മൾ അവിടെ നിർത്തി വളച്ചെടുത്തുകൊണ്ട് പോകണം. പക്ഷേ നമ്മൾ പെട്ടെന്ന് കണ്ടില്ല എങ്കിൽ വെട്ടിത്തിരിച്ചെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്ത് തെറ്റെന്നല്ല അതിൻ്റെ അർത്ഥം. പെട്ടെന്നൊരു ആക്ഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ച റൂൾസ് എല്ലാം മാറിപ്പോകും. ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ചു വിടുമ്പോഴത്തേക്കും വണ്ടി സ്ലോ ആക്കുന്നുവെങ്കിൽ നമ്മൾ സിഗ്നൽ കാണിക്കണം, വണ്ടി സൈഡ് ഒതുക്കാൻ പോകുന്നുവെങ്കിൽ സിഗ്നൽ കാണിക്കണം, വണ്ടി നിർത്താൻ പോകുമ്പോഴെങ്കിലും സിഗ്നൽ കാണിക്കണം. ഇത് പഠിപ്പിച്ചിട്ടല്ലേ ലൈസൻസ് കൊടുക്കുന്നത് അല്ലേ? പക്ഷേ ചില സമയങ്ങളിൽ നമുക്കിതൊന്നും ചെയ്യാൻ സാവകാശം കിട്ടുമോ? ഇതെല്ലാം പഠിച്ചുകൊണ്ട് പോയിട്ട് റോഡിൽ എല്ലാവരും ചെന്ന് ഇതൊക്കെ കാണിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ റൂൾസൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറേ റൂൾസൊക്കെ ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടേതായ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് ചുമ്മാ കണ്ടുപിടിച്ച് വരുന്നതായിരിക്കണമെന്നില്ല, നമ്മൾ പരിശീലിച്ച് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് വരും. എക്സാമ്പിൾ അടിച്ചോ, ഇത്. അതുകൊണ്ട് ഞാൻ ചൂട് മാറിയില്ല, കാല് തെറ്റ് എന്നല്ല അർത്ഥം. അടുത്ത് വന്നോ, ഞാൻ കാല് നേരെ പിറകിലോട്ട് ഇറക്കിയില്ല, ഞാൻ ചെയ്ത് തെറ്റെന്നല്ല അർത്ഥം. അടുത്ത് വന്നോ, ഞാൻ കാലെടുത്ത് പിറകിലോട്ട് വെച്ചില്ല, തെറ്റെന്നല്ല അർത്ഥം. അതായത് അഥവാ നമുക്ക് അതിനുള്ള സ്ഥലം കിട്ടിയില്ല, ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലും ഇതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അതൊരാളുടെ യുക്തിപൂർവ്വം വരുന്ന കാര്യങ്ങളാണ്.